ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള സവിശേഷതയുണ്ട്, പ്രവർത്തന രീതിയുണ്ട്, മനോഭാവമുണ്ട്. ഓരോരുത്തരുടെയും സാഹചര്യം അനുസരിച്ച് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. എന്നാൽ ചിലരെ സംബന്ധിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു കഴിവുണ്ട്. ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോരുത്തർക്കും ആകർഷണം തോന്നുന്ന പല ഘടകങ്ങളും ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് വികാരം കൂടുതലുള്ള ചില ദിവസങ്ങളിൽ പങ്കാളി ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. യഥാർത്ഥത്തിൽ നമുക്ക് സന്തോഷം വരുന്ന എപ്പോഴാണ്? നമ്മുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും വളരെ റിലാക്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു. ഈ സമയത്ത് ചില കാര്യങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. അത് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് നേടുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് സന്തോഷം വരും. യഥാർത്ഥത്തിൽ ഈ കാമമെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ മാത്രമുള്ള ഒരു ആവശ്യമല്ല, മനസ്സിൻ്റെയും കൂടാണ്. കാരണം ഇവിടെ നമ്മുടെ ഫിസിക്കൽ ബോഡിയും മെൻ്റൽ ബോഡിയും ഒന്നിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടുന്നത്. തന്നെയല്ല, ഇതിന് ഏറ്റവും ആവശ്യമായിട്ട് വേണ്ടത് പെട്ടെന്ന് മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ ഒരു കാര്യത്തിനകത്ത് ആ കറക്റ്റായിട്ടുള്ള മൂഡ് വരാൻ താമസം വരുന്നത് സ്ത്രീകൾക്കായിരിക്കും. എന്നുവെച്ചാൽ ഉത്തേജിക്കപ്പെടാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അത് പലർക്കും ശരിയായ രീതിയിൽ കിട്ടുന്നില്ല. എന്നാൽ ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, ചില ചിന്തകളുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ചില ദിവസങ്ങളിൽ കാമത്തിൻ്റെതായ ഊർജം കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ളൊരു റിലാക്സേഷൻ ഈ സമയത്ത് കൊതിക്കുന്നുണ്ട്. ചില സമയത്ത് ഈസ്ട്രജൻ്റെ കൂടെ ടെസ്റ്റോസ്റ്ററോണും കൂടുതലായിട്ട് പ്രവർത്തിക്കും. നമ്മുടെ ഇന്നർ മൈൻഡ് യോനി ഭാഗത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, ഈ സമയത്ത് ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് മറ്റ് സമയങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണോ ആ ആളിനെ അടുത്ത് കിട്ടാനായിട്ട് കൂടുതലായിട്ട് കൊതിക്കുന്നുണ്ട്. എപ്പോഴും അവനെക്കുറിച്ച് ഓർക്കും, കൂടുതലായിട്ട് സംസാരിക്കും, കെയർ ചെയ്യും. ചിലർക്ക് ഇങ്ങനൊരു ഫീലിങ്സ് തോന്നുന്നത് പങ്കാളിയോടായിരിക്കും, ചിലർക്കത് പ്രണയിക്കുന്ന ആളിനോടാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഒരു പ്രത്യേക ആഗ്രഹം തോന്നും. തന്നെയല്ല, ചിലരോട് സംസാരിക്കുമ്പോൾ കാമത്തിൻ്റേതായിട്ടുള്ള ടോപ്പിക്ക് മനഃപൂർവ്വം എടുത്തിടും. തന്നെയല്ല, ഈ സമയത്ത് അഭിഹിതത്തിൻ്റെ കഥകളൊക്കെ കേൾക്കാൻ വല്ലാത്ത ഒരു ആകാംക്ഷയാണ്. ചില പുരുഷന്മാരെ സംബന്ധിച്ച് പങ്കാളിയുടെ ഈ ഒരു സമയമൊക്കെ അവർക്ക് പ്രത്യേകം അറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ട്രീറ്റ് ആയിരിക്കും അവരും കൊടുക്കുന്നത്. എന്നുവെച്ചാൽ അവരിതിന് ആരെയാണോ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ആരോടാണോ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അവരുടെ സ്പർശനം ഒരു വലിയ കാര്യമാണ്. യഥാർത്ഥത്തിൽ ലൈംഗികത ആനന്ദകരമാക്കണമെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പല മേഖലകളിൽ കൂടി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഫാൻറ്റസി ഒന്നുമില്ല, അല്ലെങ്കിൽ സങ്കല്പങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു രീതിയോടും പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ളൊരു ഇഷ്ടമില്ല എങ്കിൽ ക്രമേണ കാമത്തിൻ്റേതായിട്ടുള്ളൊരു ഊർജ്ജം ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറയും. എന്നാൽ ഇതെല്ലാം അതിൻ്റേതായ തലത്തിലുണ്ടെങ്കിൽ പെട്ടെന്ന് ആ മൂഡിലേക്ക് വരാൻ പറ്റും. ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബ്രെയിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏത് എനർജി ലെവലാണോ അതേ എനർജി ലെവൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു കേന്ദ്രത്തെ അത് വേഗത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്, ഒരു പക്ഷേ അട്രാക്റ്റ് ചെയ്യുന്നുമുണ്ട്. പ്രത്യേകിച്ചും പ്രണയത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ കാമത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ ഇത് കൂടുതലും വ്യക്തമാണ്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പങ്കാളിയോട് കാമപരമായിട്ടുള്ളൊരു അടുപ്പം തോന്നുമ്പോൾ ഒരു പ്രത്യേക രീതിയിൽ പെരുമാറാറുണ്ട്. അതെപ്പോഴും സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കാരണം ഇവരെ സംബന്ധിച്ച് ഇതിനകത്ത് സ്നേഹത്തിൻ്റെതായ ഒരു ഊർജ്ജവും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാറിടത്തിൻ്റെ ഭാഗത്ത് ഇത്രയും പ്രാധാന്യം ചില സാഹചര്യത്തിൽ വരുന്നത്. ഈ സമയത്ത് ഓക്സിറ്റോസിൻ്റെ പ്രവർത്തനം കൂടുന്നതുകൊണ്ട് അവിടെ എന്ത് ക്രിയകൾ ചെയ്താലും സ്നേഹത്തിൻ്റേതായിട്ടുള്ളൊരു ഊർജ്ജമായിരിക്കും ബ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥ സ്നേഹമുള്ള പങ്കാളികളെ സംബന്ധിച്ച് അവർക്ക് പെട്ടെന്ന് ഈ മൂഡിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ത്രീകളെ സംബന്ധിച്ച് കാമത്തിൻ്റെ ഊർജ്ജവും സ്നേഹത്തിൻ്റെ ഊർജ്ജവും തമ്മിൽ മിക്സ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി കിട്ടുന്നത്. ഇനി വലിയ സ്നേഹമൊന്നുമില്ലെങ്കിലും പ്രശ്നമില്ല, പക്ഷേ ഒരു അനിഷ്ടം ഉണ്ടാവരുത്, നെഗറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവരുത്. ഈ സമയത്ത് പുരുഷ പങ്കാളി ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാനസികമായിട്ട് അവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ സ്നേഹവും കാമവും മിക്സ് ചെയ്തിട്ടുള്ള ചില സംസാര രീതികൾ, ചില ക്രിയകൾ അഡോപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. എന്തിനാണ് ചില സമയത്ത് ഇങ്ങനൊരു ഫീലിങ്സ് കൂടുതലായിട്ട് കൊടുക്കുന്നത്? ഇണയോട് കൂടുതൽ അടുക്കാനും സ്നേഹം പങ്കിടാനും ഉള്ള ഒരു അവസരം കൊടുക്കുവാണ്. അതുപോലെ ഓവുലേഷൻ്റെ സമയത്തും ഇതുപോലുള്ളൊരു ഫീലിങ്സ് ഫിസിക്കലി ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് ഈ സമയത്തൊരു പ്രത്യേക ആത്മവിശ്വാസം കൂടുതലായിട്ട് തോന്നാറുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നന്നായിട്ട് ഷെയർ ചെയ്ത് തൃപ്തിപ്പെടുത്തുന്ന പുരുഷന്മാരോട് ഒരു പ്രത്യേക കെയറിങ്ങും സ്നേഹവും ഒക്കെ കൂടുതൽ കാണിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളൊരു കാര്യം ആഗ്രഹിക്കുന്ന സമയത്താണ് അത് കിട്ടേണ്ടതും കൊടുക്കേണ്ടതും. വിശപ്പിൻ്റെ കാര്യം പറയുന്ന പോലെ ചിലർക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മെത്തേഡിനോട് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ പല മെത്തേഡുകളും മാറി മാറി ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള ഊർജ്ജമാണ് പങ്കാളിയിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് നോക്കി അതനുസരിച്ച് പെരുമാറണം. അതുപോലെ ബന്ധപ്പെടുന്ന ദിവസം ടെൻഷൻ നിറഞ്ഞ ഫയലുകളൊന്നും മനസ്സിൽ ഓപ്പൺ ആക്കരുത്. എത്രത്തോളം ശാന്തമായിട്ടുള്ള റിലാക്സ് ചെയ്തിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കുന്ന അത്രത്തോളം ഇത് ആസ്വദിക്കാനുള്ളൊരു പവർ കൂടും. അത് സ്ത്രീക്കും പുരുഷനും അങ്ങനെ തന്നെയാണ് കേട്ടോ. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുത്തോ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ഡേ. ബൈ.